ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു ഞായറാഴ്ചയും കൂടെ ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സഭാപ്രസംഗിയിൽ നിന്നൊരു വാക്യം വായിക്കാം. സഭാപ്രസംഗി 9:10, എക്ലീസിയാസ്റ്റസ് 9:10. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. നമ്മൾ ഈ വാക്യത്തിൽ നോക്കുമ്പം ഇതിൻ്റെ അകത്ത് രണ്ട് പാർട്ടായിട്ട് തിരിക്കാൻ നമുക്ക് സാധിക്കും. ആദ്യമായിട്ട് പറയുന്ന ഒരു എക്സോട്ടേഷനാണ്, അല്ലെങ്കിൽ കോൾ ടു ആക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ആഹ്വാനമാണ്. രണ്ടാമത്തത് അത് ജസ്റ്റിഫൈ ചെയ്യുവാണ്. ആ ആഹ്വാനം, അതിനെ, ആ കോൾ ടു ആക്ഷനെ എങ്ങനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ആദ്യത്തത് അതിൻ്റെ കോൾ ടു ആക്ഷൻ അല്ലെങ്കിൽ എക്സോട്ടേഷൻ നമുക്കാദ്യം നോക്കാം. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. അതിൻ്റെ ന്യായീകരണമായിട്ട് വരുന്നത് നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. നമുക്ക് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആഹ്വാനത്തിലോട്ട് പോകാം, അല്ലെങ്കിൽ എക്സോട്ടേഷനിലോട്ട് പോകാം. അതിൻ്റെ രണ്ടാം പാർട്ടി പറയുന്നത്, നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. നീ ചെല്ലുന്ന പാതാളം, ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷനെ, ഇതിൻ്റെ റീസൺ അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ റീസണെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം കാണിക്കുന്ന പാർട്ട് ഒരു അർജൻസിയാണ്, ഒരു തിടുക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നീ ചെല്ലുന്ന പാതാളം, അതായത് ഇത് മരണത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. സമയം നമുക്കറിയാം, എല്ലാവർക്കും ഒരുപോലെ ഉള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെ സ്കെയിലായിട്ടുള്ള കാര്യമാണ്, ഡൈമെൻഷനാണ് സമയം. അപ്പം ഈ സമയത്തെ നമുക്ക് ദൂരമായിട്ട് ചിന്തിച്ചാൽ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ഡൈമെൻഷൻ എന്നുള്ള രീതിയിൽ ദൂരമായിട്ട് ചിന്തിച്ചാൽ, നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുന്നത് ഓരോ ദിവസമായിട്ട് ചിന്തിച്ചാൽ, നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും നിർബന്ധമായ സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ഗ്രേവ് അല്ലെങ്കിൽ നമ്മുടെ കല്ലറയിലോട്ട് ഓരോ ദിവസം കഴിയും തോറും അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം ഈ ഞാൻ സംസാരിക്കുന്ന സമയം തന്നെ എൻ്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ആ സമയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ സമയം എന്നുള്ള കാര്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷന് ഒരു കാര്യം പറയുന്നത് അതിൻ്റെ അർജൻസിയാണ്. അതല്ലെങ്കിൽ തിടുക്കം, അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഒരു ജസ്റ്റിഫിക്കേഷനിൽ പറയുന്നത്. അത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് 9:4 വാക്യം വായിക്കാം. 9-ാം അധ്യായം 4-ാം വാക്യം. ജോൺ 9:4. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. കർത്താവ് തന്നെ പറയുന്നുണ്ട്, പകലുള്ളിടത്തോളം ചെയ്യുക അവൻ ഏൽപ്പിച്ച പ്രവൃത്തി. അപ്പോൾ കർത്താവ് തന്നെ ഒരു വാണിംഗ് തരുവാണ്, രാത്രി വരുന്ന ഒരു സമയമുണ്ട്. അതായത് ഇരുണ്ട സമയം. നമുക്കത് നമ്മുടെ മരണത്തോട് സംബന്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാ ജ്ഞാനങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് പറയുന്നു. എല്ലാം നിൽക്കും. ആ സമയമാകുമ്പോൾ എല്ലാം നമ്മുടെ അവിടെ നിൽക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അതുപോലെ എഫേഷ്യൻസ് 5:14-17 വരെ വായിക്കാം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്നു ഗ്രഹിച്ചു കൊള്ളുവിൻ. ഇതിൻ്റെ അത് 16-ാമത്തെ വാക്യത്തിൽ പ്രത്യേകം പറയുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. നമ്മുടെ ചുറ്റും നോക്കുമ്പം അശുദ്ധിയുടെയും പ്രശ്നങ്ങളുടെയും എല്ലാം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചുറ്റും നടക്കുമ്പം. അപ്പം ഈ ഉള്ള സമയം നമ്മൾ എത്ര നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഇമ്പോർട്ടൻസ് അതും പറയുന്നുണ്ട്. കാരണം നമുക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ്. നമ്മൾ മരണം വരെയേ ഉള്ളൂ നമുക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന സമയം. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മരിച്ച അവസ്ഥയിലായിരിക്കാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ പലതും ചെയ്യാതെ നമ്മൾ ഒരു മരണത്തിൻ്റെ അവസ്ഥയിൽ നമ്മളുടെ എഫേർട്ട് മൊത്തം ഇടാതെ ആയിരിക്കും നമ്മൾ ജീവിക്കാൻ സാധ്യതയുള്ളത്. മാത്രമല്ല
ഇത് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണം എന്നാണ് ദൈവവചനം പറയുന്നത്. വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതമായിട്ടാണ് നമ്മുടെ സമയങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള പറയുന്നത്. ഇതൊരു ബുദ്ധിയുള്ളവൻ്റെ ലക്ഷണമാണ്. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ പിള്ളേരോട് പറയാറുള്ള ഒരു കാര്യമാണ്. നമുക്ക് രണ്ട് രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. നമുക്ക് ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാം, പിന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെയും ജീവിക്കാം. എങ്ങനെ ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കേണ്ട അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെയും ജീവിക്കാം. അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, ഇപ്പം ആരെയുടെ ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും ബുദ്ധിയുള്ളവനായിട്ട് ജീവിക്കണോ ബുദ്ധിയില്ലാത്തവനായിട്ട് ജീവിക്കണോ എന്ന് ചോദിച്ചാൽ ആരും ബുദ്ധിയില്ലാത്തവനായിട്ട് ജീവിക്കണം എന്ന് പറയാറേ ഇല്ല. പക്ഷേ അവരോട് അതിനുള്ള പ്രവൃത്തികളുണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നില്ല താനും. അപ്പം നമുക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന, നമ്മൾ ബുദ്ധിയുള്ളവരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് എല്ലാ മനുഷ്യർക്കും. എല്ലാ മനുഷ്യരുടെ ആഗ്രഹം ബുദ്ധിയുള്ളവരായി ജീവിക്കണം എന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിയുള്ളവരായി ജീവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ക്ലോക്ക് ഈസ് ടിക്കിങ് എന്ന് പറയും. ക്ലോക്ക് ഇങ്ങനെ ഓരോ ഇതിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ ഇങ്ങനെ സമയം തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഗ്രേവിലോട്ട്, അല്ലെങ്കിൽ നമ്മുടെ കല്ലറയിലോട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമുക്ക് കിട്ടുന്ന അത്രയും സമയം നമുക്ക് ആ അർജൻസി മനസ്സിലാക്കി, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, നമുക്ക് ദൈവം തന്ന ആ ദാനത്തെ മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ, നമ്മളെ ജീവിതങ്ങളെ ഒരുക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. രണ്ടാമത്തതായിട്ട് പൊട്ടൻഷ്യൽ ലോസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടം. ആദ്യം നമ്മൾ പറഞ്ഞത് അർജൻസിയാണ്. ഈ ജസ്റ്റിഫിക്കേഷൻ്റെ ഭാഗത്ത് തന്നെ ആദ്യം നമ്മൾ അർജൻസി പറഞ്ഞു. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ലോസ്. അതാണ് ആ വാക്യത്തിൻ്റെ ആ രണ്ടാം ഭാഗത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ. ഈ എക്കണോമിക്സിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പലരും കേട്ട് കാണും. അതായത് ഇപ്പം ഒരാൾ ബിസിനസ് ചെയ്തപ്പം അയാൾക്കൊരു 10 ലക്ഷം രൂപ കിട്ടിയെന്ന് വെക്കുക. അയാളുടെ വീട്ടിൽ ലാഭമായി കിട്ടിയെന്ന് വെക്കുക. അപ്പം അയാളുടെ വീട്ടിൽ ഒരു സ്വിമ്മിംഗ് പൂള് പണിയാൻ വേണ്ടിയുള്ള ചിന്തയുണ്ട്. അതുപോലെ തന്നെ ആ കമ്പനിക്ക് പുതിയ മെഷീൻസ് വാങ്ങിച്ച് ബിസിനസ് കുറച്ചുകൂടെ വലുതാക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് വെക്കുക. പക്ഷേ അയാൾ ആ സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിത സാഹചര്യം കൂട്ടുന്ന എന്തെങ്കിലും ആ പൈസ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്കുണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് മെഷീൻ വാങ്ങിച്ചുണ്ടാവുന്ന ലാഭമായിരിക്കും. അതാണ് സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടം. നമുക്കൊരു കാര്യം നല്ലത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും നമ്മളത് ചെയ്യാതെ ആ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ അതിന് പകരമായി വേറൊരു കാര്യം ചെയ്താൽ നമുക്ക് കുറേ നഷ്ടങ്ങളുണ്ടാവും. അതാണ് സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. എക്ലീസിയാസ്റ്റസ് 9:10. എൻ്റെ രണ്ടാമത്തെ പാട്ടൊന്ന് വായിക്കാം. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രവൃത്തി, സൂത്രം, അറിവ്, ജ്ഞാനം. ഇത് ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കുമ്പം പ്രവൃത്തിയെ ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാം. സൂത്രത്തെ പ്ലാനിങ് ഓർ സ്ട്രാറ്റജി. നമ്മൾ സ്ട്രാറ്റജിക്കായിട്ട് ജീവിക്കുക, നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ ക്രമീകരിച്ച് ജീവിക്കുക. അതുപോലെ തന്നെ മൂന്നാമത് അറിവ്, നാലാമത് ജ്ഞാനം, നോളജ് ആൻഡ് വിസ്ഡം. ഇതിൻ്റെ അകത്ത് അവസാനത്തെ 2 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യത്തെ കാര്യം നോക്കാം. പ്രവൃത്തി അല്ലെങ്കിൽ ആക്ടിവിറ്റി, നമ്മുടെ ആക്ടിവിറ്റി. ഇത് നമുക്ക് ഈ പ്രവൃത്തി എന്നുള്ളത് പലരും ചിന്തിക്കും നമ്മുടെ മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഒരു പാപം, ഒറിജിനൽ സിന്ന്, ആദ്യ പാപം ഉണ്ടായതാണോ എന്ന് ചിലർ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പലരും ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഫിലോസഫിക്കൽ സിസ്റ്റം തന്നെയുണ്ട്. വർക്കിനെ ഒരു സിന്നായിട്ട് കാണുന്ന ഫിലോസഫിക്കൽ സിസ്റ്റം തന്നെ ഇന്നുണ്ട്. നമ്മുടെ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ്ഡ് ആയ ഫിലോസഫിക്കൽ ചിന്തകളുണ്ട്. അപ്പം അങ്ങനെയാണോ നമ്മൾക്കുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ വർക്ക് അതൊരു പാപത്തിൻ്റെ കോൺസിക്വൻസ് ആണോ അതോ ദൈവം തന്നെ ഡിസൈൻ ചെയ്തതാണോ? അതിന് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് ഉൽപ്പത്തി 2:15 വായിക്കാം. ജെനസിസ് 2:15. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ഇതിൻ്റെ അകത്ത് വായിക്കുന്നത് അവിടെ വേല ചെയ്യുവാനും അതുപോലെ തന്നെ അതിനെ കാപ്പാനും, ഏദൻ തോട്ടത്തെ കാപ്പാനും വേണ്ടിയാണ് കർത്താവ് ആ തോട്ടത്തിലായത്. ഇതിൻ്റെ അകത്ത് ഒരു സത്യമുണ്ട്. മനുഷ്യൻ്റെ പാപത്തിന് ശേഷം ജോലി ചെയ്യുന്നത് വളരെ കഠിനമായി മാറി. കാരണം ഭൂമി അതിൻ്റെ ഫലം തരുന്നത് വളരെ കുറഞ്ഞു. അപ്പം കൂടുതലായിട്ട് അധ്വാനിക്കേണ്ട വന്നു, വേദനകൾ കൂടി എന്നുള്ള സത്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിലുള്ള കാര്യമായിരുന്നു നമ്മൾ ഈ ഭൂമിയിൽ വർക്ക് ചെയ്യേണ്ടവരാണെന്നുള്ളത്.
അല്ലാതെ ഒരു വർക്ക് ചെയ്യുക എന്നുള്ള ഒരു പാവമായ കാര്യമേ അല്ല. മാത്രമല്ല ഇതൊരു ദൈവത്തിൻ്റെ ഡിവൈൻ കോളിംഗ് ആയിട്ട് എടുക്കാം. എന്ന് പറഞ്ഞാൽ ദൈവിക വിളിയാണ്, അല്ലാതെ ഒരു കേഴ്സ് അല്ല, ഒരു ശാപമല്ല നമ്മൾ ഈ ഭൂമിയിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇത് ചെയ്താൽ നമുക്ക് തന്നെ ജോലി കുറേ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. നമ്മുടെ ഫിസിക്കൽ വർക്കുണ്ട്, അതുപോലെ തന്നെ മെൻ്റൽ വർക്കുണ്ട്. നമ്മൾ മെൻ്റലി ഇപ്പം പഠിക്കുന്നതൊക്കെ ഒരു മെൻ്റൽ വർക്കാണ്. ഇപ്പം നമ്മളൊരു സാധാ ജോലി ചെയ്യുന്ന ഫിസിക്കൽ വർക്കാണ്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരും. അപ്പം ഈ വർക്കെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ പ്ലാനിലുള്ള കാര്യമാണ്. ദൈവമാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്ത് തന്നത്. അല്ലാതെ നമുക്കൊരു ശാപമായിട്ടോ നമ്മൾ ആ പാപത്തിൻ്റെ റിസൾട്ടായിട്ടോ കോൺസിക്വൻസ് ആയിട്ടോ ഒന്നും വന്നതല്ല. നമ്മളപ്പം നമ്മൾ ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട്, നമുക്ക് ദൈവം തരുന്ന പല കാര്യങ്ങളും നമ്മളൊരു ഓർഡിനറി വർക്കായിട്ട്, ഒരു സാധാരണമായ വർക്കായിട്ട് കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഈ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഗുണം? നമ്മളത് ദൈവത്തിനായിട്ട് ചെയ്യുകയാണെങ്കിൽ. അതിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. പ്രോവർബ്സ് 22:29. സദൃശവാക്യങ്ങൾ 22-29. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ അവൻ നിൽക്കയില്ല. പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ? അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും, നീചന്മാരുടെ മുമ്പിൽ നിൽക്കുകയല്ല. ഒരാൾ തൻ്റെ പ്രവൃത്തി വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ഇൻഫ്ലുവൻസും എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. ഒരു ഓർഡിനറി ആക്ടിവിറ്റിയെ അവൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഇൻഫ്ലുവൻസും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറും. നമുക്കും ദൈവം, നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പം ദൈവം നമ്മളെ പല കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, പഠിക്കാനാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് നമ്മുടെ യുവത്വം കഴിഞ്ഞ് മിഡ് യൂത്ത് പീരീഡ് ആകുമ്പോൾ നമുക്ക് ജോലിക്ക് പോകണം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി പലത് വരും. അതുപോലെ തന്നെ നമ്മുടെ പ്രായമാകുമ്പോഴും നമുക്ക് നമ്മുടെ വീടിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ ഒരു ഓർഡിനറി ആണോ ഇതൊരു ജസ്റ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടി ചെയ്ത് തീർക്കുക, ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ചെയ്യാതെ നമുക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കാരണം ഇത് വർക്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിലുണ്ടായിരുന്നതാണ്. അല്ലാതെ പാപം ഉണ്ടായി പാപത്തിൻ്റെ കോൺസിക്വൻസായിട്ടോ പരിണത ഫലമായിട്ടോ വന്നതേയല്ല. അപ്പം നമുക്കും നമ്മുടെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മളെ ദൈവം പല കാര്യങ്ങൾ ഏൽപ്പിക്കും. ഒരു ഹൗസ് വൈഫാണെങ്കിൽ പോലും, ഒരു വീട്ടിൽ നമുക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും, അത് നമുക്ക് ദൈവത്തിനായിട്ട് വേണ്ടി ചെയ്യുമ്പോൾ എത്ര എഫേർട്ട് ഇടുന്നോ അതിൻ്റെ ബാക്കിലുള്ള ഇത് മനസ്സിലാക്കി എന്തുകൊണ്ട് ദൈവം തന്നു, ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ എന്നുള്ള അത് മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ പ്രവൃത്തി കഴിഞ്ഞ് ഇനി അടുത്ത സൂത്രം. മലയാളത്തിൽ സൂത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പ്ലാനിങ്, ചിലത് സ്ട്രാറ്റജി എന്നും പറയാം. സൂത്രം അല്ലെങ്കിൽ പ്ലാനിങ്, സ്ട്രാറ്റജി. ഇപ്പം പ്ലാനിങ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ കൂട്ടി ഭാവിയിൽ നടക്കാൻ പോകുന്നത് നമുക്ക് ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് നമ്മളത് പ്ലാൻ ചെയ്യുക. ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഇപ്പം ഈ പീരീഡ് ഓഫ് ടൈമിൽ ഇന്ന് നിന്നല്ല ഈ ദിവസം ഞാൻ ഇനി വരുന്ന ഭാവിയിലുള്ള ദിവസത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് പ്ലാനിങ്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെ പോകണം, കുറേ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ പോകണം, എങ്ങനെ ചെയ്യണം, നമുക്ക് കിട്ടുന്ന സമയം എങ്ങനെ നമ്മളത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കർത്താവ് ഇതിനെക്കുറിച്ച് പറഞ്ഞ ചില വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. അതിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെ വായിക്കാം. ലൂക്ക് 14:28-32. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വക ഉണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പട ഏൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് 20,000 വരുന്നവനോട് താൻ 10,000 എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ചു സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ആദ്യത്തേത്, ഒരു ഗോപുരം പണിയാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. ഒരാൾ ഒരു ഗോപുരം പണിയാൻ തീരുമാനിച്ചു. അപ്പം ആദ്യം അതിനു വേണ്ടിയുള്ള റിസോഴ്സസ് വേണം, അതിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്. അപ്പം ഇതൊന്നും ചെയ്യാതെ ആ പുള്ളി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ പകുതിക്ക് വെച്ചാൽ മനസ്സിലായത്, ഇപ്പം കല്ലില്ല, നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കല്ലില്ല, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ അതിന് വേണ്ട ഒട്ടിച്ചേരുന്ന സംഭവങ്ങളൊന്നുമില്ല, എന്തെങ്കിലും ഒരു ലാക്ക് അല്ലെങ്കിൽ കുറവുണ്ടായെന്ന് വെച്ചോ.
അപ്പം മറ്റുള്ളവർ നോക്കുമ്പം അതൊരു സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമമാണ് ദുഷിക്കപ്പെടുന്നത്, പരിഹസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ദൈവ മക്കളെന്നുള്ള നിലയിൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ദൈവമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് പകുതിക്ക് വെച്ച് നിർത്തിപ്പോണ്ട വരേണ്ട അവസ്ഥ വന്നാൽ അതൊരു ഒരു ഒരു ദൈവത്തിന് തന്നെ ഒരു മോശമായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളെ നമ്മളെ പലരും കാണുമ്പോൾ നമ്മളിൽ നിന്നാണ് ദൈവത്തെ പലരും അറിയുന്നത് തന്നെ. അപ്പം ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പരിഹസിക്കാൻ കാരണമാവും നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്തില്ലെങ്കിൽ. അടുത്ത രണ്ടാമത്തേൽ പറയുന്ന ഒരു യുദ്ധത്തിന് പോകുന്ന ഒരു രാജാവ്, പുള്ളിയുടെ കിങ്ഡം ഉണ്ടെന്ന് വെച്ചോ, ഒരു എതിർ രാജാവ് വരുന്നു. അപ്പം ആ പുള്ളിയെ അസസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാളെ നോക്കണം, അയാൾക്ക് എത്ര ശക്തിയുണ്ട്, അയാളുമായിട്ട് യുദ്ധത്തിന് പോയാൽ ഞാൻ ജയിക്കുമോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ രാജാവിന് ജീവിതം വരെ നഷ്ടപ്പെട്ടെന്നിരിക്കും. അപ്പം പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന്, നമ്മൾ ദൈവത്തിന് പരിഹസിക്കപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ, പ്ലാനിങ് നല്ലതല്ലെങ്കിൽ. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ത്രെട്ടനിങ് ആണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് വരെ ഭീഷണിയായ കാര്യമാണ് നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജൈസ് ചെയ്തില്ലെങ്കിൽ. നമ്മൾ അല്ലെങ്കിൽ മലയാളത്തിൽ സൂത്രം എന്നാണ്, അത് കുറച്ചുകൂടെ പ്ലാനിങ്ങിൻ്റെ അർത്ഥമാണ്. അപ്പം പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കാണുന്നത്. കർത്താവ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ നാമം മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കാതിരിക്കുവാനും, അതുപോലെ തന്നെ നമ്മുടെ ജീവന് വേണ്ടി തന്നെ, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യാൻ, അത് നമ്മുടെ പഠിത്തമാകട്ടെ, നമുക്ക് ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളാകട്ടെ, ദൈവം തരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം നന്നായി പ്ലാൻ ചെയ്ത് ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഇതിനൊരു ഫിലോസഫിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഡെപ്തിലോട്ട് നോക്കുകയാണെങ്കിൽ, ഈ മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വ്യത്യാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പ്ലാനിങ്. ഒരു എക്സാമ്പിൾ അറിയാം, ഈ കടുവയും സിംഹമൊക്കെ ഉണ്ട്. അപ്പം എന്നും ഇര പിടിക്കാൻ പോകണം, എല്ലാ ദിവസവും ഇര പിടിച്ച് അല്ലെങ്കിൽ ആഴ്ച ഒരിക്കലൊക്കെ ഇര പിടിക്കാൻ പോകണം. വളരെ കഷ്ടപ്പാടാണ്. ഇത് ചിലപ്പം ചില സമയങ്ങളിൽ കിലോമീറ്ററുകൾ പോകുന്നതാണ് പറയുന്നത്, പല കിലോമീറ്ററുകൾ തേടിയാണ് ഇര പിടിക്കാൻ പോകുന്നത്. അപ്പം ഒരു ദിവസം സിംഹവും കടുവയും കൂടെ തീരുമാനിച്ച ഒരു ജോയിൻറ്റ് ഷെയറിൽ നമുക്കൊരു കോഴി ഫാം തുടങ്ങിയേക്കാം. അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്ലാൻ ചെയ്ത് നമുക്ക് ഒരു വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടി കുറച്ച് മുട്ടകളൊക്കെ എടുത്ത് അടയൊക്കെ ഇരുത്തി, രാവിലെ ആകുമ്പം ഇച്ചിരി പകുതി കോഴി കഴിക്കുക, വൈകിട്ടാകുമ്പോൾ ഇച്ചിരി കഴിക്കുക, അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരിക്കലും ഒരു മൃഗങ്ങളിലും നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മുടെ ചുറ്റും തന്നെ നോക്കിയാൽ ഒരു വീട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര പ്ലാൻഡ് ആണെന്ന്. പക്ഷേ നമ്മുടെ മൈക്രോ ലെവലിൽ നമ്മുടെ ലൈഫിലെ എല്ലാ ആസ്പെക്റ്റിലും ആ പ്ലാനിങ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര വ്യത്യാസം നമുക്ക് കാണാം. മാത്രമല്ല ഈ പ്ലാനിങ് കൊണ്ട് പലതരം ഫിലോസഫിക്കൽ ഇതുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഫിനോമെനോളജി എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിൻ്റെ ബേസ് ചെയ്തിട്ട് അവരുടെ വർക്കുന്നത്. അതുപോലെ തന്നെ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയും. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് വളരാൻ വേണ്ടി ഈ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ ആ ഫിലോസഫിയുടെ പുറകോട്ട് പോയാൽ പ്ലാനിങ് എന്നുള്ളൊരു ആസ്പെക്റ്റ് വളരെ വലുതായിട്ട് കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ അകത്ത് ഒത്തിരി ഡെപ്തിലോട്ട് പോകണ്ട. അപ്പം ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് പല രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിനെല്ലാം കാരണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല സമയത്ത് നോക്കി നമ്മൾ പല സമയത്ത് എടുക്കുന്ന നല്ല ഗുഡ് പ്ലാനിങ്സ് ആണ് നമ്മളെ ലൈഫിൽ ഇത്ര എത്തിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാ കാര്യത്തിലും പ്ലാനിങ് ചെയ്യാറില്ല. നമ്മൾ ചില കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ പ്ലാനിങ് ചെയ്ത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പ്ലാൻ ചെയ്ത് നന്നായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ ചുറ്റും നോക്കുന്ന ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ ഒരു വലിയൊരു പ്ലാൻ സിസ്റ്റമാണ്. ഇത്രയും നാളും സൂര്യൻ ഉണ്ടായിരുന്നു, ഇതുവരെ അടഞ്ഞു പോയിട്ടില്ല. ആരോ നന്നായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അവിടെ അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കാണുന്നുണ്ട്. ആരും കാണാതിരിക്കുന്നില്ലല്ലോ. ഇവിടെ രാവിലെയും വൈകിട്ടും കാണാതെ ആരും പോകുന്നില്ല. എല്ലാം പ്ലാൻഡായിട്ട് അത് വെക്കേണ്ടടുത്ത് വെച്ച് നമ്മൾ കാണുന്ന ഒരു ചീഫ് ആർക്കിടെക്റ്റ് ഉണ്ട്. അപ്പം അതുപോലെ നമ്മൾ ആ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ദൈവവും ഒരു പ്ലാനറായിരുന്നു, നന്നായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ദൈവത്തെ എന്ന് പറഞ്ഞാൽ ദൈവം തന്നൊരു കഴിവാണ്, ഒരു മൃഗങ്ങൾക്കില്ലാത്ത നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് തന്നിരിക്കുന്ന ആ കഴിവ് യൂസ് ചെയ്ത് നമുക്ക് ലൈഫിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക, സ്ട്രാറ്റജികൾ ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാക്കും. ഇപ്പം 2 കാര്യങ്ങളാണ് ഒന്ന് നോക്കിയത്. ആദ്യം ആക്ടിവിറ്റി നോക്കി, രണ്ടാമത് പ്ലാനിങ് ഓർ സ്ട്രാറ്റജി നോക്കി. ഇനി നമുക്ക് നോളജ് ആൻഡ് വിസ്ഡം നോക്കാം.
നോളജ് എന്ന് പറയുമ്പം അക്യൂറിങ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഇൻഫോർമേഷൻ. നമുക്ക് ഇങ്ങനെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് അല്ലാതെയുള്ള ഫാക്ട്സും ഇൻഫോർമേഷനും അക്യൂർ ചെയ്യുക. വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു യൂസ് നോളജ് ടു മേക്ക് ഗുഡ് ചോയ്സസ്. നമുക്ക് നല്ല കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി, തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഉള്ള ഈ നോളജ് യൂസ് ചെയ്ത് ചെയ്യാനുള്ള കഴിവാണ്. അപ്പം രണ്ട് കാര്യങ്ങളാണ്. നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫാക്ട്സ് ഇത് ചെയ്യുക. അതിന് ഈ ടൊമാറ്റോ റൂൾ എന്നൊക്കെ പറയും, ജനറലി പറയാറുള്ളത്. ഈ പലർക്കും അറിയുന്ന പോലെ ടൊമാറ്റോ ഒരു ഫ്രൂട്ടാണ്, നമുക്കെല്ലാം അറിയാം, അതൊരു നോളജാണ്. ടൊമാറ്റോ ഈസ് എ ഫ്രൂട്ട്. പക്ഷേ നമ്മൾ ടൊമാറ്റോ ഫ്രൂട്ട് സാലഡ് ഇടാറില്ല. അതാണ് വിസ്ഡം. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, ടൊമാറ്റോ ഒരു ഫ്രൂട്ടാണെന്നറിയാം, പക്ഷേ നമ്മൾ ടൊമാറ്റോ ഫ്രൂട്ട് സലാഡ് ഇടാത്തതാണ് വിസ്ഡം. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് അറിവാണ്, പക്ഷേ അത് ഇടാതിരിക്കാനുള്ള ആ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്കിൽ സെറ്റാണ് ശരിക്കും പറഞ്ഞാൽ വിസ്ഡം എന്നുള്ളത്. ഇതൊരു ഹയർ വേർഷനാണ്. നോളജിൽ നിന്ന് വിസ്ഡത്തിലോട്ട് നമ്മൾ എപ്പോഴും അതിന് ദൈവത്തിൻ്റെതായ കൃപ വേണം, എക്സ്പീരിയൻഷ്യലായിട്ട് വരണം. മാത്രമല്ല നമുക്ക് കിട്ടുന്ന നോളജ് സിന്തസൈസ് ചെയ്യണം. സിന്തസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സിസ്റ്റമാറ്റിക്കലി നമ്മൾ പ്രോസസ്സ് ചെയ്യണം, നമ്മൾ അതിന് എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടിട്ട് ആ നോളജിനെ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഹയർ ലെവലിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഒരു ഇതാ പറയുന്നത്, നോളജ് ഈസ് എ ടൂൾ ആൻഡ് വിസ്ഡം ഈസ് എ എബിലിറ്റി ടു യൂസ് ദാറ്റ് ടൂൾ. നോളജ് ഒരു ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് യൂസ് ചെയ്യേണ്ട എബിലിറ്റിയാണ് ശരിക്കും വിസ്ഡം എന്ന് പറഞ്ഞത്. ഇപ്പം ഒരു തമാശയായിട്ട് പറയും, ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ പറയും, ഭാര്യയോ ഭർത്താവോ പറഞ്ഞത് തെറ്റായിരിക്കും, പക്ഷേ അത് തെറ്റാന്ന് പറയാതിരിക്കുന്നതാണ് വിസ്ഡം എന്ന് പറയുന്ന ഒരു തമാശ രീതി പറയാറുണ്ട്. അതാണ് ആ വിസ്ഡം. അങ്ങനെ ഒരു തമാശ രീതി നമ്മൾ പറയാറുണ്ട്. അപ്പം അറിവ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറിവിനെയും പാവമായിട്ട് കാണുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അറിവിനെ പാവമായിട്ട് കാണുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങൾ തന്നെയുണ്ട്, അറിവിനെ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യുന്നത്. അപ്പം അറിവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അറിവിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ജ്ഞാനം കൂടാൻ വേണ്ടി. അതുപോലെ നമ്മൾ ബൈബിളിൽ അറിവ് വേണം. ഈ അറിവ് നമ്മൾ മാക്സിമം എടുക്കുക എന്നുള്ളത് നമ്മുടെ ഇമ്പോർട്ടൻസാണ്. ബൈബിൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രപഞ്ചം കാണുമ്പോൾ അത് ദൈവം തന്നെ സൃഷ്ടിച്ച പ്രപഞ്ചം തന്നെയാണ്. നമ്മൾ കാണുന്ന ഈ എല്ലാ പ്രപഞ്ചവും ദൈവത്തിൻ്റെ മൈൻഡിലുണ്ടായ ഇമാജിനേഷനിൽ നിന്ന് വന്ന സാധനമാണ്. അല്ലാതെ ഇതിനൊന്നും ഇതൊരു ദൈവം നമ്മളിൽ നിന്ന് മാറ്റിയെടുത്തതോ അങ്ങനെയുള്ളൊരു കാര്യമല്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ചിന്തിക്കാൻ പാടില്ല, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, ശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, ഒന്നുമല്ല. പക്ഷേ പല എയ്ത്തിസ്റ്റുകൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുക, മാത്രമല്ല അറിവ് മാക്സിമം അക്യൂർ ചെയ്യുക, അറിവ് മനസ്സിലാക്കുക. എന്നിട്ട് മാത്രമല്ല അറിവിനെ ശരിക്കും അതിനെ എഫേർട്ട് ഇട്ട് സിന്തസൈസ് ചെയ്ത് നമ്മളൊരു വിസ്ഡമുള്ളവരായി മാറാൻ ശ്രമിക്കണം. നമുക്കൊരു വാക്യം വായിക്കാം, പ്രോവെർബ്സ് 18:15. സദൃശവാക്യങ്ങൾ 18:15. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനികളുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കുന്നു. The mind of the prudent acquires knowledge, and the ear of the wise seeks knowledge. ബുദ്ധിമാന്റെ ഹൃദയം പരിജ്ഞാനം സമ്പാദിക്കുന്നു, ജ്ഞാനിയുടെ ചെവി പരിജ്ഞാനം അന്വേഷിക്കും. കുറച്ചുകൂടെ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നല്ല അർത്ഥം കിട്ടും. The mind of the prudent acquires knowledge, the ear of the wise seeks knowledge. ഒരു ബുദ്ധിയുള്ളവൻ്റെ ലക്ഷണമാണ് അവൻ നോളജ് തപ്പിയെടുക്കുക, അവൻ നോളജിന് വേണ്ടി മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവനുള്ള റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ച് നോളജ് എങ്ങനെയെങ്കിലും സമ്പാദിച്ചെടുക്കുക, അവരൊരു വയസ്സായിട്ട് ജീവിക്കുക, അത് മനസ്സിലാക്കുക, അതിനുള്ള ക്യൂരിയോസിറ്റി സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്ക് ഈ ജ്ഞാനം ഇല്ലാതിരുന്നാലുള്ളൊരു പ്രശ്നം ജസ്റ്റ് ഒന്ന് നോക്കി നമുക്ക് ആ ടോപ്പിക്ക് വിടാം. ഹോശേയ 4:6 നോക്കാം. ഹോശേയ 4:6. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. ഇത് നമ്മുടെ ദൈവം തന്നെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ്. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞത് കൊണ്ട് ഞാൻ നിൻ്റെ മക്കളെയും മറക്കും. ആ കോൺസിക്വൻസ് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നശിച്ചു പോകുന്ന ഒരവസ്ഥ, മാത്രമല്ല അത് തലമുറയിലോട്ട് ബാധിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മളുടെ അടുത്ത തലമുറ ഇപ്പോഴുള്ള തലമുറയായിരിക്കും നോക്കുന്നത് നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതം നയിക്കുന്നത്. അപ്പം
നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നോളജ് അല്ലെങ്കിൽ വിസ്ഡം അത് പഠിക്കാനുള്ള ആഗ്രഹം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഒരു തലമുറയ്ക്ക് കുറവാണെങ്കിൽ അടുത്ത തലമുറ അതിലും കുറവായിരിക്കും. അപ്പം ഈ ഒരു തലമുറ ഏകദേശം ദൈവത്തിൽ നിന്ന് അകന്ന് നശിച്ചു പോവും, അടുത്ത തലമുറയ്ക്കും അത് തന്നെ സംഭവിക്കും. ഇനി അങ്ങനെ ജനറേഷൻ സഹിതം ഈ തലമുറകൾ പലതും നോളജ് അല്ലെങ്കിൽ വൈസായിട്ട് ബുദ്ധിമാന്മാരായിട്ടിരിക്കാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു ആഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടി ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവത്തിൻ്റെ വചനം അതാണ് ഏറ്റവും സുപ്രീമായിട്ടുള്ള നോളജ്. അത് നമുക്ക് ശരിക്കും കിട്ടുക മാത്രമല്ല, ഏറ്റവും വിസ്ഡം കയറാനുള്ള സാധ്യതയുള്ള ബൈബിളാണ്. കാരണം അത് ദൈവം തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ വന്ന ഐഡിയയാണ്. അപ്പം നമ്മൾ എത്രത്തോളം അത് അക്യൂർ ചെയ്യാൻ ശ്രമിക്കുമോ, എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുമോ, എത്രത്തോളം വായിക്കുമോ, ആ കിട്ടുന്ന നോളജിനെ സിന്തസൈസ് ചെയ്യുകയോ ധ്യാനിക്കുകയോ എന്ത് ചെയ്യാൻ സാധിക്കുമോ അത്രയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും. മാത്രമല്ല ഇങ്ങനെ ചെയ്യാതിരുന്നാൽ ദൈവം തന്നെ തരുന്നൊരു വാണിംഗ് ഉണ്ട്, നിങ്ങൾ നശിച്ചു പോകും. മാത്രമല്ല നിങ്ങളുടെ തലമുറയെയും ഇത് ബാധിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ചെറിയ സമയങ്ങൾ നമ്മൾ ശരിക്കും ഉപയോഗിച്ച് നമുക്ക് എത്രയും ജ്ഞാനം സമ്പാദിക്കാൻ പറ്റുന്നു അത്രയും നമ്മൾ അറിവുണ്ടാക്കുക. അതുപോലെ തന്നെ അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാക്കുക. അതെങ്ങനെ സാധിക്കുന്നു, ദൈവം നമുക്ക് എവിടെയൊക്കെ അവസരം തരുന്നോ, നമ്മളെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ എവിടെയാക്കിയിരിക്കുന്നു അത് ഉപയോഗിക്കുക, നമ്മൾ ചെയ്യുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനി നമുക്ക് ആദ്യത്തെ പാർട്ടിലോട്ട് പോയി നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ആദ്യത്തെ പാർട്ടാണ് ഫസ്റ്റ് കോൾ ഫോർ ആക്ഷൻ അല്ലെങ്കിൽ എക്സോട്ടേഷൻ പറയുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം വായിച്ച വാക്യം തന്നെ വായിക്കാം. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. ഇംഗ്ലീഷൂടെ ഒന്ന് വായിക്കാം അതിൻ്റെ. Your hands finds to do it with your might. Whatever your hand finds to do it with all your might. അങ്ങനെ എഴുതിയേക്കുന്നത് ട്രാൻസ്ലേഷൻ. നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നോ അതെന്തുമാകട്ടെ അത് എല്ലാ സർവ്വശക്തിയും എടുത്ത് ചെയ്യുക. മലയാളത്തിൽ വായിക്കുന്ന ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നമ്മൾ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ കണ്ടു. കാരണം നമുക്ക് സമയം കുറവാണ്, മാത്രമല്ല നമുക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്, നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കൃത്യമായിട്ട് ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം, പിന്നെ പ്ലാനിങ് ഇല്ലെങ്കിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ നോളജും വിസ്ഡവും അക്യൂർ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഒരു നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് ദൈവം എന്ത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഏൽപ്പിച്ചോ അതെല്ലാം നമ്മൾ വളരെ എഫേർട്ടിട്ട് നമുക്ക് പറ്റുന്ന എല്ലാ റിസോഴ്സസും ഉപയോഗിച്ച് നമ്മൾ തന്നെ ആഗ്രഹം ജ്വലിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് ഒരു വാക്യൂടെ വായിക്കാം. എക്ലീസിയാസ്റ്റസ് 12:1-2. സഭാപ്രസംഗി 12:1-2. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. നമ്മൾ സഭാപ്രസംഗിന്ന് ബാക്കി ഏത് വാക്യം വായിച്ചാലും ഈ വാക്യം കൂടെ വായിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ആ അധ്യായം കൂടെ വായിച്ചില്ലെങ്കിൽ ആ കംപ്ലീറ്റ്നെസ് കിട്ടില്ല. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ. നമ്മുടെ യുവത്വത്തിലാണല്ലോ നമുക്ക് ഒത്തിരി എനർജി ഉള്ളത്. മാത്രമല്ല എനർജി നമുക്ക് എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് എക്സ്ട്രാ മൈല് പോവാം, നമുക്ക് കഷ്ടപ്പെടാൻ പറ്റും, നമുക്ക് ഉറക്കം ഇളയ്ക്കാൻ പറ്റും, നമുക്ക് വേദന സഹിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള അവസ്ഥയെല്ലാം ഒരു യുവത്വത്തിലാണ്. അതുപോലെ തന്നെ ഈ യുവത്വത്തിൽ തന്നെയാണ് മറ്റു പ്രശ്നങ്ങളും കൂടുതലായിട്ടുള്ളത്, ടെംപ്റ്റേഷൻസ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ടെംപ്റ്റേഷൻ ടു ബിക്കം ലേസി ഓൾസോ. നമുക്ക് മടിയനാവാനുള്ള ടെംപ്റ്റേഷനുണ്ട്, നമുക്ക് പ്ലഷറിനെ കൂടുതൽ സ്നേഹിക്കാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ള സമയമാണ്. അപ്പം സഭാപ്രസംഗി പറയാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ യൗവന കാലത്ത് തന്നെ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിനക്കൊരു സമയം വരാൻ പോവാണ്. യുവാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇപ്പോൾ യുവത്വത്തിലാണ്, നിങ്ങൾക്കിപ്പോൾ നടക്കാൻ സാധിക്കും, ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകാൻ സാധിക്കും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് കയ്യിൽ എടുക്കാൻ സാധിക്കും, ചിന്തിക്കാൻ സാധിക്കും, എല്ലാത്തിനുള്ള സാവകാശമുണ്ട്. പക്ഷേ ഒരു സമയം വരുന്നു, അതായത് ഒരു വളരെ മോശമായൊരവസ്ഥ. ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാലം,
എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ആഗ്രഹിക്കപ്പെടാത്ത ഒരു ജീവിത സാഹചര്യം, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നൊരവസ്ഥ. മാത്രമല്ല നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ വെളിച്ചമില്ലാത്ത അവസ്ഥ, ഡാർക്ക്നെസ്സിൽ നമ്മൾ ജീവിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ. മാത്രമല്ല മഴയെന്നുള്ളത് അന്നത്തെ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഒരു ഫാർമറിനെ സംബന്ധിച്ചോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം മഴയെല്ലാം നിന്ന് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് പ്രതീക്ഷകളൊക്കെ അറ്റ് നിൽക്കുന്ന സമയം വളരെ നെഗറ്റീവായിട്ടൊരു അവസ്ഥയിലോട്ട് വരാൻ പോവുക. അപ്പം സഭാപ്രസംഗി പറയുന്നത് നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അപ്പം യൗവനകാലം മാത്രം ഓർത്താൽ മതിയോ? മാത്രമല്ല യൗവനകാലം തൊട്ടേ ഓർക്കണം. യൗവനകാലം തൊട്ടേ ഓർക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് ബാക്കിയുള്ള വായിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ യൗവനകാലം തൊട്ടേ ഓർക്കണം നമ്മുടെ സൃഷ്ടാവിനെ, നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഓർക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ കൈകളിൽ വരുന്ന കാര്യങ്ങൾ ആരാ കൊണ്ടുവന്നതെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവമാണ് നമ്മളെ ഭൂമിയിൽ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ചെയ്യും, അതിനുള്ള വാല്യൂ കൊടുക്കും. നമ്മൾ ചെയ്യുന്ന വർക്കിനെ നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കും, നമ്മൾ കുറച്ചുകൂടെ ആത്മാർത്ഥത കൂടും. നമ്മൾ പരിചയമുള്ള ഒരു വാക്യോടെ വായിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാം. കൊലോഷ്യൻസ് 3:23, കൊലോസ്യർ 3:23. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. നമുക്കൊരു കാര്യം ചെയ്യാം, അത് വേണമെങ്കിൽ നമുക്കായിട്ടും ചെയ്യാം, മറ്റുള്ളവരെ കാണിക്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ചുമ്മാ ചെയ്യുന്നു, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അതിനെങ്കിലും മൈൻഡ്ലെസ് ആയിട്ട് ചെയ്യാനൊക്കെ എല്ലാ രീതിയിലും നമുക്ക് പറ്റും. പക്ഷേ കൊലോസ്യർ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. നമുക്ക് കിട്ടുന്ന ഇപ്പം നമ്മുടെ മക്കളെ സംബന്ധിച്ചോളം അവർക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരമാണ്. അത് വളരെ നമ്മുടെ മനസ്സ് ഇട്ട്, നമ്മുടെ എഫേർട്ട് ഇട്ട് കർത്താവിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ചിന്ത നമ്മൾ കൂടുതലായിട്ട് വരുത്തി നമ്മൾ എത്ര എഫേർട്ട് ഇടാൻ പറ്റുമോ നമ്മളുടെ 100% കൊടുക്കുക. നമ്മൾ ഉറക്കം ഇളയ്ക്കാൻ പറ്റുന്ന ഉറക്കം ഇളയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്ലഷേഴ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ടടുത്ത് സ്റ്റോപ്പ് ചെയ്യുക. ബീങ് ലേസി ആവാതിരിക്കുക, മടിക്ക് ഒരിക്കലും നമ്മൾ അവസരം കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള എന്തും ചെയ്ത് നമ്മൾ കർത്താവിനാണ് ചെയ്യുന്നത്, അതായത് നമ്മളെ സൃഷ്ടിച്ചവനായ ഉടയ തമ്പുരാന് വേണ്ടിയാണ് ചെയ്യുന്നുള്ള ആ ചിന്ത വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ പ്രവൃത്തികളും, അത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം അതുപോലെ തന്നെ വലുതാവുന്ന ജോലി ചെയ്യുന്നത്, അത് നമുക്ക് അതുപോലെ ചെയ്യാം. നമുക്കത് ദൈവത്തിന് വേണ്ടി എന്നുള്ള ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ക്ഷീണം കുറയും. ഈ നമുക്കെന്ന് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് മടുക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് ചെയ്യുമ്പം അതിൽ തന്നെ നമുക്ക് മീനിങ് കിട്ടും ലൈഫിൽ. നമ്മൾ ചെയ്യുന്നതിലൊരു അർത്ഥവും ഒരു സാറ്റിസ്ഫാക്ഷനും കണ്ടൻമെൻറ്റും കിട്ടും. നമ്മളത് ദൈവത്തിനാണ് ചെയ്യുന്നതെങ്കിൽ. മനുഷ്യനാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ലിമിറ്റ് കഴിയുമ്പോൾ പ്രശ്നം പറ്റുന്നത് അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ പോവും. മാത്രമല്ല ഇത് ചെയ്തിട്ട് എന്തിനാ, ഇപ്പം ഇന്നല്ലേ നാളെ ഞാൻ മരിക്കും, എന്തിനാ ചെയ്ത്, ഇപ്പം സഭാപ്രസംഗിയുടെ ബാക്കിയുള്ളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തിനു ചെയ്യണം, എല്ലാം സർവ്വവും മായ, എല്ലാം മോട്ടിവേഷൻ. പക്ഷേ നമ്മളത് മാറ്റി നമ്മൾ ഒരു മൈൻഡ്ലെസ് ആയിട്ടോ മനുഷ്യർക്കോ വേണ്ടോ ചെയ്യാതെ നമ്മളത് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദൈവം ആഗ്രഹിച്ച പ്രവൃത്തി നമ്മൾ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതല്ല, ഒരു കണ്ടൻമെൻ്റ് ഉള്ള ഒരു ലൈഫ് നയിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ യാക്കോബിൻ്റെ 1:8 നമുക്കൊന്നുകൂടെ അത് വായിക്കാം. യാക്കോബ് 1:8. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് ഇരുമനസ്സ്, നമ്മൾ ഡബിൾ മൈൻഡ്നെസ്. നമ്മൾ ചെയ്യണോ വേണ്ടയോ, ഒരു കാര്യത്തിന് മുന്നോട്ട് പോകണോ വേണ്ടയോ, അതല്ല എല്ലാത്തിനും നമ്മൾ ഈ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുക, നമുക്ക് അതിനെതിരെ ചിന്തിക്കുക. മാത്രമല്ല ആഗ്രഹം, ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നല്ല വരുന്നത്, ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത വന്നാൽ നമുക്ക് എല്ലാ വഴികളും അസ്ഥിരനാണ്, അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇരുമനസ്സില്ലാതെ, നമ്മൾ ഡിവൈഡഡ് ആയിട്ടുള്ള ഹാർട്ടില്ലാതെ നമ്മൾ അതിന് 100% കൊടുക്കാൻ വേണ്ടി എഫേർട്ട് ഇടാം. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, അതുപോലെ തന്നെ യുവാക്കൾക്ക് കൊടുക്കാം, അതുപോലെ തന്നെ പ്രായമായവർക്കും. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും, മറ്റുള്ളവർ നോക്കുമ്പോൾ ചെറുതായിരിക്കും, പക്ഷേ അത് ദൈവമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ടാസ്കിനെ നോക്കാതെ ആ ടാസ്ക് മാസ്റ്ററെ നോക്കണം. നമ്മളെല്ലാം ചെയ്യുന്നത് ആ ജോലിയാണ് നോക്കുക, പക്ഷെ ആ ജോലി തന്നത് ആരാന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യാൻ ദൈവം കൂടുതലായിട്ട് കൃപ തരും. നമ്മൾ ഈ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ വചനശുശ്രൂഷ നിർത്താം. നമ്മൾ ഇതിൻ്റെ അകത്ത് ചിന്തിച്ചത് ആദ്യം നമ്മൾ എക്ലീസിയാസ് 9:10 2 ഭാഗങ്ങളായിട്ട് കണ്ടു. ഒന്ന് ഒരു ആഹ്വാനം അല്ലെങ്കിൽ എക്സോർട്ടേഷൻ, രണ്ടാമതായിട്ട് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആഹ്വാനത്തിൻ്റെ ന്യായീകരണമാണ് കണ്ടത്.
അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ആഹ്വാനത്തിൻ്റെ ന്യായീകരണം നോക്കി. അതിൻ്റെ അകത്ത് ആദ്യം അർജൻസി എന്ന് പറഞ്ഞാൽ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, സമയം ഇങ്ങനെ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുമ്പം കുറച്ച് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് എല്ലാവർക്കും സമയം തന്നിട്ടുണ്ട്, പക്ഷേ ആ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ചിന്ത വരികയാണെങ്കിൽ അതൊരു വലിയ റീസണാണ് ഇതിന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നമ്മൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരായിട്ടിരിക്കാൻ വേണ്ടി അതിൽ 4 ഡൊമൈൻസിൽ അല്ലെങ്കിൽ 4 മേഖലയിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന് പ്രവൃത്തി, അത് മെൻ്റലാവാം, ഫിസിക്കലാവാം, ഏതുമാകട്ടെ. അതുപോലെ തന്നെ സൂത്രം അല്ലെങ്കിൽ പ്ലാനിങ് ഓർ സ്ട്രാറ്റജി, നമ്മൾ പ്ലാൻ ചെയ്യുക, നല്ലതായിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം ചെയ്യുക, സ്ട്രാറ്റജൈസ് ചെയ്യുക. നമുക്ക് ഒരു കാര്യം ഇപ്പം സ്ട്രാറ്റജിക്ക് വേറൊരു കാര്യം കൂടെ ചിന്തിക്കാം. ഒരു പ്രശ്നം വരുന്നതിന് മുമ്പേ എങ്ങനെ അതിനെ പ്രതിരോധിക്കണമെന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഒരു പ്രശ്നം വരുവാണ്, അതിനെ നമ്മൾ എന്ത് സ്റ്റാൻഡ് എടുക്കണം, നമ്മളത് ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കി എന്ത് സ്റ്റാൻഡ് എടുക്കണം, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു വർക്ക് പ്രഷർ വരിക, അല്ലെങ്കിൽ ഈ വർക്ക് പൊളിറ്റിക്സ് വരിക, എന്ത് ചെയ്യണം എന്നൊരു സ്ട്രാറ്റജി നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മുമ്പേ ചിന്തിച്ച് നമ്മൾ ദൈവവചനമായിട്ടിരുന്ന് നമ്മൾ അടുത്തേ പറയുന്നുള്ള നോളജും വിസ്റ്റവും കൂടുതലായിട്ട് അക്യൂർ ചെയ്ത് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൂട്ടി നമ്മൾ അതിനെ ഡീൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ല ജീവിതം നയിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എക്സോട്ടേഷനിലോട്ടാണ് പോയത്. എന്ന് പറഞ്ഞാൽ ആഹ്വാനം എന്ന് പറയുന്നത് നമുക്ക് ദൈവം ഏൽപ്പിക്കുന്ന എന്താണോ, നമ്മളുടെ ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന എന്ത് കാര്യമായിട്ട് നമ്മൾ ആ ടാസ്ക് അല്ല നോക്കേണ്ടത്, ആ കാര്യമല്ല നോക്കേണ്ടത്, അത് ആരേൽപ്പിച്ചു എന്നുള്ള ചിന്തയോടെ സീരിയസ് ആയിട്ട് നമ്മുടെ സൃഷ്ടാവിനോട്ട് നോക്കാം. സൃഷ്ടാവിനെ മാത്രം നോക്കി അതിൻ്റെ ആ വാല്യൂ ചെയ്ത് അതിനെ 100% ഉറക്കുവാനും ഉറക്കവിളയ്ക്കുവാനും അതിനുവേണ്ടി കഷ്ടപ്പെടുവാനും വേദന സഹിക്കുവാനും നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതുപോലെ ഞാൻ അവസാനമായിട്ട് ഒരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ഈ ഞങ്ങളുടെ സ്കൂളിൽ ഒരു യുവജനോത്സവം നടന്നായിരുന്നു, സബ് ജില്ലാ യുവജനോത്സവം നടന്നായിരുന്നു. അപ്പം ഇവർ പ്രിപ്പയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, രാത്രി തൊട്ട് ഇങ്ങനെ പ്രിപ്പറേഷന്. അതിന് ചിലർ 50,000 രൂപയും 1 ലക്ഷം രൂപയും പൈസ മുടക്കാൻ കാര്യമില്ല. പക്ഷേ ആകെയുള്ളത് ഒരു ജഡ്ജിൻ്റെ മുന്നിൽ 10 മിനിറ്റാണ് ഉള്ളത്. ഈ 10 മിനിറ്റിനേക്ക് വേണ്ടിയാണ് ഇവർ ഈ കിടന്ന് എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ട്രെയിൻ ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, ഉറക്കമിളക്കി ഇടയ്ക്ക് തല ഇറങ്ങി വീഴുന്നു, പിന്നെയും ടീച്ചർമാരെല്ലാം കൂടെ ആഹാരം കൊടുത്ത് പിന്നെയും എഴുന്നേറ്റ് ചേർന്നു, പിന്നെയും പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു 10 മിനിറ്റ് ആ ജഡ്ജിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അപ്പം അതുപോലെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കർട്ടൻ പൊങ്ങിക്കഴിഞ്ഞ് തൊട്ട് നമ്മൾ ജനനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേജിൽ നിന്ന് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ചിന്തിച്ചാൽ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള സമയം ആ കർട്ടൻ താഴെ വീഴുന്ന സമയം മാത്രമേ ഉള്ളൂ. ഈ കർട്ടൻ താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തിട്ടും ആ കർട്ടൻ്റെ അകത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. ആ കർട്ടൻ എപ്പോൾ പൊങ്ങിയിരിക്കുന്ന സമയം വരെ നമുക്ക് ചെയ്യുവാനുള്ള ഫ്രീഡം നമുക്ക് തരുന്നുണ്ട്, ദൈവം തന്ന ഫ്രീഡം. ആ ഫ്രീഡം നമുക്ക് ഉപയോഗിക്കാം, ശരിക്കും ഉപയോഗിക്കാം. അതായത് ആ പിള്ളേരൊക്കെ വളരെ കഷ്ടപ്പെട്ട് എത്ര എഫേർട്ട് ഇടാൻ പറ്റുമോ അത്രയും എഫേർട്ട് ഇട്ട് ആ ജഡ്ജിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ എക്ലീസിയാസ്റ്റിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരു ന്യായാധിപനായ ദൈവമുണ്ട്. ആ ന്യായാധിപനായ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ മുന്നിൽ പ്ലീസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് പ്ലീസ് ചെയ്യാം. കർട്ടൻ ഒരിക്കലും അടയും, ആ കർട്ടൻ അടയാതിരിക്കില്ല. ഒന്നീ കർത്താവ് വരും, വീണ്ടും വരും, അല്ലെങ്കിൽ മരണം കൊണ്ട് ഇത് അടയും. ഈ കർട്ടൻ ഒരിക്കലും പൊങ്ങിയിരിക്കുന്ന കർട്ടനല്ല. അത് നമുക്ക് തോന്നും, ഈ നമ്മൾ ടൈമിലായതുകൊണ്ട് നമ്മൾ മൈൻഡ്ലെസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊരു നാച്ചുറൽ ഇത് തന്നെ, അതൊരു ദൈവം തന്നെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന കാര്യം. കാരണം അല്ലെങ്കിൽ ആൻസൈറ്റി കൂടി മനുഷ്യർ മരിക്കാൻ പെട്ടെന്ന് അവർക്കൊരിക്കലും ലൈഫ് സ്റ്റേബിൾ ആവില്ല. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുക, ഒരു സ്റ്റേജിൽ കർട്ടൻ പൊങ്ങിയിരിക്കുന്ന സമയമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് മരിച്ചവരെ പോലെ നടിക്കുന്നത് നിർത്തി നമുക്ക് പെർഫോം ചെയ്യാം. നമുക്ക് ദൈവത്തിന് വേണ്ടി, നമ്മുടെ ജഡ്ജിന് വേണ്ടി, നമ്മളെ സൃഷ്ടിച്ചവരായ സൃഷ്ടാവിന് വേണ്ടി ചെയ്യാം. അതുമാത്രമല്ല, നമ്മൾ കമ്പാർട്ട്മെൻ്റലൈസേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ ദൈവികം, ചിലതൊക്കെ സെക്യുലർ. അങ്ങനെ ഒരു കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിലില്ല. ഒരു മനുഷ്യൻ്റെ എല്ലാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവൻ്റെ എല്ലാ കാര്യവും സ്പിരിച്വലാണ്, 100% സ്പിരിച്വലാണ്. അതിൻ്റെ അകത്ത് ഒരു കാര്യം, നമുക്ക് എൻ്റെ പഠിത്തം എനിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്, രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കുന്ന ദൈവത്തിന് വേണ്ടി. അങ്ങനെ നമുക്ക് ചെയ്യാനേ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ആസ്പെക്റ്റും, അതുപോലെ തന്നെ നമ്മൾ ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ അവർ ചെയ്യുന്ന വീട്ടിലെ കാര്യങ്ങളും ആ വർക്കും അതെല്ലാം ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് അവർക്ക് വേണ്ടിയല്ല മാത്രമല്ല ചെയ്യുന്നത്, അതും ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അത് ദൈവത്തെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ ജഡ്ജിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കമ്പാർട്ട്മെൻ്റലിസം ചെയ്യാതെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ. നമ്മുടെ കർട്ടൻ ഒരു ദിവസം താഴും,
അത് എന്നാ താഴുന്നതെന്ന് നമുക്കറിയില്ല. അത് ഇന്നവേറ്റ് ഇസ് എ ബ്ലെസ്സിങ്. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും അത് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്തേനെന്ന്. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു ചെയ്യുന്ന സാധ്യത കുറവാണ്. കാരണം നമ്മൾ ഒരു മരണം കണ്ടാൽ, പെട്ടെന്നൊരു മരണം കണ്ടാൽ പെട്ടെന്നൊരു ഇമോഷണലി തോന്നും, നമ്മളും ഒരു ദിവസം പോകാനുള്ളവരാണെന്ന് തോന്നും. പക്ഷേ പിന്നെയും നമ്മൾ ബാക്ക് ടു ലൈഫിലോട്ട് പോകും. അപ്പം മരണത്തിന് ഡേറ്റ് വന്നാലും ഒന്നി ആങ്സൈറ്റിയിൽ പോവും, ഇല്ലെങ്കിൽ ഇഗ്നോറൻസിൽ പോവും. ഇത് രണ്ടുമാണ് സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് ദൈവം തന്നൊരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ എന്നാണ് കർട്ടൻ താഴെ വീഴുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ കർട്ടൻ താഴെ വീഴുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്ത് നമ്മുടെ ജഡ്ജിനെ പ്ലീസ് ചെയ്യാൻ നമ്മളെ സഹായിക്കട്ടെ.